ചിന്നു പാപ്പുവിൻ്റെ എന്ന വ്ളോഗർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറിൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ചാണ്. അത് വന്നതിന് ശേഷം ഞാനത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു സന്ദേശ് എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ്, എല്ലാവരും പറയാറുണ്ട് റിയൽ ഈസ് നോട്ട് ദ റിയൽ ലൈഫ്. ചിന്നു പാപ്പുവിൻ്റെ സ്വന്തം ഭർത്താവ് വേറൊരു കഴിച്ച ഒരു യുവതിയുടെ കൂടെ ഒളിച്ചോടി പോയതിൻ്റെ മാനസിക സമ്മർദ്ദം ഒരുപാട് ചിന്നു പാപ്പുവിനുണ്ടായിരുന്നു. 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ പോലും അനാഥമാക്കിയിട്ടാണ് ചിന്നു പാപ്പു പോയിരിക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ കുഞ്ഞുങ്ങളെ നോക്കും? അത് നിങ്ങൾ മാക്സിമം നോക്കുക. സൂയിസൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളിത് ആലോചിക്കുക. അപ്പം ഈ സന്ദേശ് എന്ന് പറയുന്നൊരു വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ മാനസികമായിട്ട് ഭയങ്കര നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒന്നും അറിയാതെ ഒരാളെ പറ്റി അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി നമ്മളൊന്നും പറയാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കൂടെ സൈബർ അറ്റാക്ക് നടത്തിയിരുന്നു ചിന്നു പാപ്പുവിൻ്റെ മരണശേഷം. അപ്പം അദ്ദേഹം മരിച്ചത് കാരണം ഇപ്പം അയ്യോ പാവം കൊച്ചെറുക്കനായിരുന്നു, എന്തിനാണ് അദ്ദേഹം മരിച്ചതെന്നൊക്കെ കാരണമൊക്കെയാണ് ഇപ്പം വരുന്നത്. ഈ ഒരു നിലപാട് നിങ്ങൾ മുന്നേ എടുത്തിരുന്നെങ്കിൽ ആ ഒരാൾക്ക് അത്രയും മാനസിക സമ്മർദ്ദം നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾ ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ. ആ ആളുടെ ഒരു തെറ്റുകൊണ്ടല്ല ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ വെറുതെ വിട്ടത്. അപ്പം എന്നിട്ടും സൈബർ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പടം അനുസരിച്ച് എന്ന് പറയുന്ന വ്യക്തി